മിനിസ്റ്റർ, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. മിനിസ്റ്റർ മന്ത്രിയായ ഉടൻ തന്നെ പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് കൃത്യമായ ഒരാളെ കൊണ്ടുവരും എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എങ്ങനെയായിരിക്കും അതിന്റെ തീരുമാനങ്ങൾ? ചലച്ചിത്ര അക്കാദമി, സാഹിത്യ അക്കാദമി, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡ്, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, ഭാരത് ഭവൻ തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളിലെല്ലാം ചുമതലയുള്ള ആളുകൾ സ്ഥാനം ഒഴിഞ്ഞ്, അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ ആളുകളെ നമ്മൾ പുതിയതായി നിയോഗിക്കേണ്ട ഒരു ചുമതലയിലും ഉത്തരവാദിത്തത്തിലുമാണ് നമ്മളുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിലാണ്. അധികം വൈകാതെ തന്നെ ഈ വരും ദിവസങ്ങളിൽ തന്നെ ഈ അക്കാദമികളുടെ ചുമതലയിലേക്ക് ബന്ധപ്പെട്ടവരെ നിയമിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ അത് നിലവിൽ വരും. നമുക്ക് ചലച്ചിത്ര ഫെസ്റ്റുകൾ അടക്കം ഇനിയിപ്പോൾ വരാനുണ്ട്. ഹ്രസ്വചിത്രമേളയുണ്ട്, അതുപോലെ തന്നെ IFFKയുടെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കേണ്ട സമയവുമായിട്ടുണ്ട്. അപ്പം സിനിമയുടെ സ്ക്രീനിംഗ് അടക്കം എനിക്കൊന്ന് ഏതാണ്ട് ഒരു 1700ഓളം ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അല്ല, ഞാനതൊന്ന് ചോദിച്ചത് നന്നായി. ഒന്നൊരു ക്ലാരിഫിക്കേഷനും കൂടി. പലപ്പോഴും തലപ്പത്ത് ആള് വന്നിട്ടില്ല, അക്കാദമിയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ എന്നൊക്കെയുള്ളൊരു വാർത്ത വരുന്നു. പല ആളുകളും ധരിക്കുന്നത് ശരിയാവണ്ണം ചില ഇവിടെ എത്തുമ്പോൾ ഞാൻ ചുമതല ഏറ്റെടുത്ത സമയം മുതലും ഇതിനു മുമ്പും ഒരു ചലച്ചിത്രങ്ങളൊക്കെ കാണുന്ന അക്കാദമിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളിലൊക്കെ അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. ഈ അക്കാദമിയുടെ മുൻ ചെയർമാൻ പോയപ്പോൾ അക്കാദമിയുടെ താക്കോല് പൂട്ടി എന്നെ ഏൽപ്പിച്ചു. ഇനി പുതിയ ചെയർമാൻ വരുമ്പോൾ ഞാൻ താക്കോല് നൽകി അദ്ദേഹം വന്ന് ഇത് തുറന്ന് പ്രവർത്തിക്കണം എന്ന നിലയിലൊരു സംശയമുണ്ട്. അങ്ങനെയല്ല. നമ്മൾ വന്നപ്പോൾ തന്നെ ഇതിനെല്ലാം ഒരു കലണ്ടറുള്ള കാര്യം നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. അതിന് 1000 അധികം എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോ കാറ്റഗറിയിലുള്ള ആ സിനിമകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ സെലക്ഷൻ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് അവരാ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി മുതൽ തന്നെ ആ ഇന്റർനാഷണൽ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കും. അത് 25 തന്നെ വെക്കാൻ കാര്യം, ഈ മാസം പൂർത്തിയായി വരുന്ന സിനിമകൾക്ക് മാത്രമാണ് ഓസ്കാറിലേക്ക് എൻട്രി ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ഒക്ടോബർ ആയാൽ സെപ്റ്റംബർ അതാ പറഞ്ഞു, ഒക്ടോബറിലായി പോയാൽ നമുക്ക് അവാർഡ് കിട്ടുന്ന സിനിമയ്ക്ക് ഓസ്കാറിലേക്കുള്ള എൻട്രി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് സെപ്റ്റംബർ 25 തന്നെ നമ്മൾ അത് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസം തന്നെ അതിൻ്റെ എല്ലാ മറ്റ് അനുബന്ധ ക്രമങ്ങളും അക്കാദമിയിലൊരു നിരന്തരമായി പ്രവർത്തിക്കുന്ന മിടുക്കരായ ആളുകളുടെ ഒരു നല്ല ടീം ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ അവരാണ് ഇതെല്ലാം നടത്തുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നവർ മാത്രമാണ് ഈ ഭരണസമിതിയിലേക്ക് വരുന്നവർ. അവർ നല്ല നിലയിൽ നേതൃത്വം കൊടുക്കണം, ഗവൺമെന്റ് അതിന് പിന്തുണ കൊടുക്കണം. പക്ഷെ ടെക്നിക്കലായി ഇത്തരം കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി തീർക്കുന്ന ഒരു നല്ല സിസ്റ്റം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നലെ വന്നു. അത് സിനിമ കാണുന്നത് നിർത്തിവെച്ചു, അധ്യക്ഷന്മാരില്ലാത്തതുകൊണ്ടാണെന്ന് അങ്ങനെ വന്നു. സിനിമയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇന്നിറങ്ങാൻ പോകുന്ന സിനിമ കാണുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തി എന്ന വന്ന വാർത്ത അത് തിരുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നാണ് നോട്ടിഫിക്കേഷൻ. ഇനി ഒരു 12 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് സെപ്റ്റംബർ 10 40 ദിവസത്തെ സമയമുണ്ട്. അപ്പൊ അതിനിടയിൽ ഈ സിനിമ, അപ്പൊ ഇതിന്റെ ജൂറി നമ്മൾ വെക്കും. അത് ജൂറി വെക്കണമെങ്കിൽ ഈ സിനിമ വരണമല്ലോ. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്ന് സിനിമകൾ വന്നിട്ട് അതിന്റെ ജൂറി നമ്മൾ വെച്ചിട്ട് ആ ജൂറി സിനിമ കണ്ടിട്ട് അവർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്ന സിനിമകൾക്ക് നമുക്ക് പിന്നെ സെൻസർ ബോർഡിന്റെ എക്സംഷൻ വേണം. കഴിഞ്ഞ വർഷം ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടായി. പിന്നെ നമ്മൾ ഇടപെട്ട് എല്ലാവരും കൂടെ അന്നത്തെ അക്കാദമി ഭരണസമിതിയും ഗവൺമെന്റും എല്ലാം ഇടപെട്ടാണ് അത് പരിഹരിക്കാൻ ശ്രമിച്ചത്. ഇപ്പം നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകൾ പിന്നെ സെൻസർ ബോർഡിന്റെ എക്സംഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം അയക്കും. ആ സിനിമകളുടെ കോമ്പറ്റീഷൻ വിഭാഗത്തിലേക്കുള്ളതടക്കം അതിന്റെ ജൂറിയെ പ്രത്യേകം തീരുമാനിക്കും. അതിനെല്ലാം ഓരോന്നിനും ഓരോ സമയക്രമമുണ്ട്. ആ സമയക്രമം ഒന്നും തന്നെ മാറിയിട്ടില്ല. ഇപ്പം നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച് 10 ദിവസം മുന്നേയാണ്. ഈ വർഷം 10 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് ഇത് നമ്മുടെ ഡേറ്റും നമ്മളാക്കി ഡിസംബർ 11 മുതൽ 18 വരെ IFFKയുടെ ഡേറ്റും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സെപ്റ്റംബർ അവസാനത്തോടുകൂടി നമ്മുടെ ഈ 25 ചലച്ചിത്ര അവാർഡ് ജൂറിയെ തീരുമാനിച്ച് അതിന്റെ സിനിമ വന്നു കഴിഞ്ഞു. ഇവിടെ ആ സിനിമ കാണാനുള്ള ജൂറിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ
25 ചലച്ചിത്ര അവാർഡ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി 25 ടെലിവിഷൻ അവാർഡിന്റെ സമയമായിട്ടുണ്ട്, അതും നടക്കും. 24 ടെലിവിഷൻ അവാർഡ് കൊടുക്കാനുണ്ട്. 25 ടെലിവിഷൻ അവാർഡ് ഒന്ന് വേഗത്തിലാക്കിയാൽ ഒരു ഇവന്റിൽ വെച്ച് 24 25 കൂടെ നമുക്ക് അക്കാദമിക്ക് പൈസ കളയണ്ടല്ലോ, 2 ഇവന്റ് നടത്തി 24 25 കൂടെ ടെലിവിഷൻ അവാർഡ് ഒരുമിച്ച് കൊടുക്കാൻ ശില്പങ്ങളടക്കം റെഡിയാണ് 24 കൊടുക്കാൻ. നാളെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സമയം തന്നാൽ നാളെ വേണമെങ്കിലും, നാളെ കൊടുക്കാൻ കഴിയില്ല, ഇവരെല്ലാം അറിയിക്കണം. ഒരാഴ്ച സമയം കൊടുത്ത് അവരെ അറിയിച്ചാൽ നമ്മൾ മുഴുവൻ അവർക്ക് കൊടുക്കേണ്ട ശില്പങ്ങളടക്കം, അവാർഡിന്റെ ശില്പമടക്കം റെഡിയായിരിക്കുകയാണ് അക്കാദമിയിൽ. അപ്പോൾ അതും തയ്യാറാണ്. അപ്പം ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങളെല്ലാം നന്നായി പുരോഗമിക്കുന്നു. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ നന്നായി പുരോഗമിക്കുന്നു. ചലച്ചിത്ര അവാർഡ് ഒരെണ്ണം കൊടുക്കാൻ റെഡിയായിരിക്കുന്നു. 2 എണ്ണത്തിനുള്ള എൻട്രി വന്നു കഴിഞ്ഞു. അതിന് സിനിമയുടെ എൻട്രി വന്നു കഴിഞ്ഞു. അതിനുള്ള ജൂറി വരും. ആ ജൂറി തീരുമാനിക്കും. നല്ല നിലയിൽ പോകും. നിങ്ങളെല്ലാം നൽകുന്ന പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അങ്ങനെ നിങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ്, അതുപോലെ ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതേസമയം തന്നെ അക്കാദമിയുടെ ചെയർമാനും അനുബന്ധ ഭാരവാഹികളും ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും എല്ലാം വന്നിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ നന്നായി അവർ വരുന്നത് കൊണ്ട് ഇതിനൊരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയിൽ ഞാനും അക്കാദമിയിലെ ഇതിന്റെ ചുമതലയുള്ളവരെല്ലാം കൂടെ ഈ ഗ്യാപ്പ് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ നന്നായി പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് IFFK മറ്റൊരാശയക്കുഴപ്പമുണ്ടായി. IFFK നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്, അത് ഞാൻ അക്കാദമിയിൽ മുമ്പിൽ നിന്ന് ഒന്നുകൂടി പറയുകയാണ്. IFFK ഇവിടെ തന്നെയായിരിക്കും, തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വേദി. അവിടെ വരാൻ പോകുന്നത് JC ഡാനിയൽ ഫിലിം സിറ്റിയാണ്. അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സർക്കാർ 100 ദിനം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ JC ഡാനിയൽ ഫിലിം സിറ്റി അവിടെ അതിന്റെ പ്രവർത്തനവും ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടി കൂടുതൽ അക്കാദമിയെ ജനകീയമാക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എല്ലാമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 10ഓളം പേർ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പ്രതിഭാ ദാരിദ്ര്യം ഉള്ള ഒരു സ്ഥലമല്ലോ കേരളം. മലയാള സിനിമയിൽ ഒരുപാട് പ്രതിഭകളുണ്ട്. അപ്പം അതിൽ ഇതൊരു സംഘാടകത്വവും കൂടെ ആവശ്യപ്പെടുന്ന ഒരാളാണ്. മികച്ച സംവിധായകർ മികച്ച സംഘാടകരാകണമെന്നില്ല. മികച്ച സംഘാടകർക്ക് ചിലപ്പോൾ മികച്ച സിനിമ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇത് സംഘാടനവും കൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ പറയുന്ന സഹായിക്കുന്നവരാണ് ഗവൺമെന്റ്. അപ്പോൾ അക്കാദമി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കഴിയുന്ന തരത്തിലുള്ള നല്ല നേതൃത്വം, അത് 10-12 പേരൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒരാൾ വരും. അവർ ഉടനെ വരും, വൈകില്ല. ഇനി അത് അതിന്റെ ഞാൻ പത്തനംതിട്ടയിലെ ഞാനിത് ക്യാൻസൽ ചെയ്തതാണ്. പക്ഷെ പോകേണ്ടത് ഇതിന്റെ മുമ്പ് കൂടെ തന്നെ ആയതുകൊണ്ടാണ് ഈ വഴി തന്നെ എനിക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുന്നത് പറഞ്ഞെങ്കിലും പിന്നെ രണ്ടാമത് ഇവർ സ്നേഹത്തോടു കൂടി കയറി ഇറങ്ങി വേഗം പോകുന്നതുകൊണ്ട് വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. റാന്നിയിൽ ആണ് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്. ഞാൻ കളക്ടറുമായിട്ടും ADM-ഉമായിട്ടും അവിടുത്തെ MLA-യുമായിട്ടും എല്ലാം സംസാരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് വിളിക്കുമ്പോഴും ഈ വെള്ളം ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു ശമനം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇനിയൊരു മഴ ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. ഇപ്പം അല്പം മഴ അവിടെ തോർന്നു നിൽക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം സുരക്ഷിതമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. NDRFന്റെ സംഘമുണ്ട്, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, റവന്യൂവിന്റെ സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇതുവരെ റാന്നിയിൽ നിന്നും കാഷ്വാലിറ്റി ഇല്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും 1-2 കാഷ്വാലിറ്റീസ് ഇടുക്കി നടക്കാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും റവന്യൂ വകുപ്പും സർക്കാർ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെയും കാണാതായ ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്തും അത്തരം സാഹചര്യമുണ്ട്. മുതലപ്പുഴയിൽ 2 പേരെ, വിഴിഞ്ഞത്തുനിന്ന് ഒരാൾ എന്നുള്ളതാണ് കണക്ക്. പക്ഷെ അതിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്നു. ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വളരെ സങ്കടകരമായ വാർത്തകൾ വരുന്നുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങളോട് പറയാം.